കർണാടക. ഇന്ത്യയിൽ സ്ഥിതി ചെയ്യുന്ന കർണാടകയിലെ ഒരു നഗരത്തിലെ മുഴുവൻ ജനതകളും സംസാരിക്കുന്ന ഒരു വാക്ക് ധർമ്മസ്ഥല. ഈ ധർമ്മസ്ഥലയിൽ എന്താണ് സംഭവിച്ചത്? അവിടെ ജോലി ചെയ്യുന്ന ഒരു വ്യക്തി, ഒരു ക്ലീനിങ് ജോലി ചെയ്യുന്ന ഒരു വ്യക്തി 14 വർഷമായി 100-ലധികം സ്ത്രീകളെയും കുട്ടികളെയും ഞാൻ അടക്കം ചെയ്തിട്ടുണ്ട്, കുഴിച്ചിട്ടിട്ടുണ്ട്, ചില ആളുകളെ കത്തിച്ചു കളഞ്ഞു എന്നുള്ള ഒരു മൊഴി നൽകിയിട്ടുണ്ട്. ഇന്ത്യ മുഴുവനും ഈ ഒരു മൊഴി ഇപ്പോൾ വലിയൊരു തരംഗം തന്നെ സൃഷ്ടിച്ചിട്ടുണ്ട്. അങ്ങനെ എന്താണ് ഈ ധർമ്മസ്ഥലയിൽ സംഭവിച്ചത്? ധർമ്മസ്ഥല എന്ന സ്ഥലത്തെ ചുറ്റിപ്പറ്റിയുള്ള നിഗൂഢതകൾ എന്തെല്ലാം? ആയിരത്തി 1990-കളിൽ, കൃത്യം പറഞ്ഞാൽ 1998 മുതൽ 2014 വരെയും 100-ലധികം ശരീരങ്ങളെ ഞാൻ അടക്കം ചെയ്തിട്ടുണ്ട്, കുഴിച്ചിട്ടിട്ടുണ്ട്. ചില ശരീരങ്ങളെ കത്തിച്ചു കളഞ്ഞു. ഇവയിൽ ഭൂരിഭാഗവും സ്ത്രീകളുടേതാണ്, പ്രധാനമായും സ്കൂൾ പെൺകുട്ടികളുടേതാണ് എന്നൊരാൾ മൊഴി നൽകി. അയാളുടെ മുഖം കാണാൻ സാധിക്കുന്നില്ല, മറച്ചു വെച്ചിരിക്കുകയാണ്. ഇനി അയാളുടെ കയ്യിൽ ഒരു മനുഷ്യന്റെ അസ്ഥികൂടമുണ്ട്. അങ്ങനെ ഇദ്ദേഹം കോടതിയിലേക്ക് കയറുകയാണ്. 2014 ശേഷം ഇയാളെ കുറിച്ചുള്ള യാതൊരു വിവരവും ഇല്ലായിരുന്നു. ഇയാൾ എവിടെ പോയി എന്നറിയാനായി ബന്ധുക്കളെല്ലാം തിരയുന്നുണ്ടായിരുന്നു, കണ്ടെത്താനായില്ല. 1998 മുതൽ 2014 വരെയും ഒരു ക്ലീനിങ് ജോലിക്കാരനായി ധർമ്മസ്ഥലയിൽ ഉണ്ടായിരുന്നു. ധർമ്മസ്ഥല എന്നത് ഏകദേശം 4000 പേർ വന്നു പോകുന്ന ഒരു സ്ഥലമാണ്. 4 ഏക്കർ വിസ്തൃതിയുള്ള ഒരു വലിയ പ്രദേശം. ഇവിടെ ഒരുപാട് പേർ വിദേശ രാജ്യങ്ങളിൽ നിന്ന് പോലും വരുന്നുണ്ട്. ഹിന്ദു മതം പിന്തുടരുന്ന ഒരു ക്ഷേത്രമുണ്ടെന്ന് അവിടെ പറയുന്നു. അഭിധർമ്മത്തിന്റെ അടിസ്ഥാനത്തിൽ അതൊരു ജൈന മതം അല്ലെങ്കിൽ ജൈനമതത്തിന്റെ ഒരു ആശ്രമമാണെന്നും പറയുന്നു. അത്തരം ഒരു സ്ഥലത്ത് ക്ലീനിങ് ജോലിക്കാരനായിരുന്ന ഇയാൾ ഒരുപാട് മൃതദേഹങ്ങളെ ഞാൻ കുഴിച്ചിട്ടിട്ടുണ്ടെന്നും പലതിനെയും കത്തിച്ചു കളഞ്ഞുവെന്നും അതിൽ കൂടുതലും കുട്ടികളും സ്ത്രീകളുമാണ് എന്നൊക്കെ പറയുന്നു. പ്രധാനമായും ഇവരെ കുഴിച്ചിടുമ്പോൾ അവരുടെ ശരീരത്തിലുടനീളം ഒരുപാട് മുറിവുകൾ ഉള്ളത് ഞാൻ ശ്രദ്ധിച്ചു. പലരുടെയും ശരീരങ്ങളിൽ വസ്ത്രം പോലും ഇല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ മുറിവുകളെല്ലാം എനിക്ക് വളരെ വ്യക്തമായി കാണാനും സാധിച്ചിരുന്നു. ഈ സ്കൂൾ കുട്ടികളുടെ എല്ലാം ജനനേന്ദ്രിയത്തിൽ ആഴത്തിലുള്ള മുറിവുകൾ ഉണ്ടായിരുന്നു. അത് കാണുമ്പോൾ തന്നെ മനസ്സിലാക്കാൻ സാധിക്കും ആ പെൺകുട്ടികളെല്ലാം ശാരീരികമായി ആരോ അബ്യൂസ് ചെയ്തിട്ടുണ്ട് എന്ന്, ലൈംഗികമായി അവരെ പീഡിപ്പിച്ചിട്ടുണ്ട്. ആ സമയത്ത് എനിക്ക് മനസ്സിലായി ഇതൊന്നും ഈ പ്രദേശത്തുള്ളവരല്ല. ആ സമയം ഞാൻ ചിന്തിച്ചത് ഈ ഡെഡ് ബോഡീസ് ഒന്നും ഒരു പക്ഷെ ഇവിടെയുള്ളതായിരിക്കില്ല, ആത്മഹത്യ ചെയ്തവരുടേതായിരിക്കാം, ഈ നേത്രാവതി റിവറിലൂടെ ഒഴുകി വന്നതാണ് എന്നൊക്കെയാണ് ഞാനും വിശ്വസിച്ചത്. അങ്ങനെ വിശ്വസിച്ചിരുന്ന സമയങ്ങളിലൊക്കെ ഇങ്ങനെയുള്ള ഡെഡ് ബോഡി കുഴിച്ചിടുമ്പോൾ എനിക്ക് യാതൊരു കുറ്റബോധവും ഇല്ലായിരുന്നു. എന്നാൽ ദിവസം കഴിയുന്തോറും ആ പ്രദേശത്ത് തന്നെ ഒരുപാട് സ്ത്രീകളും കുട്ടികളും മിസ്സാകുന്നു എന്നുള്ള വാർത്ത എനിക്ക് കേൾക്കാൻ സാധിച്ചു. ആ സമയത്താണ് ഞാൻ എൻ്റെ കൈകൊണ്ട് തന്നെ ഒരുപാട് മൃതദേഹങ്ങളെ കുഴിച്ചിട്ടല്ലോ, പലരെയും ഞാൻ കത്തിച്ചു കളഞ്ഞല്ലോ എന്നുള്ള ചിന്തകൾ എനിക്ക് വരാൻ തുടങ്ങി. പിന്നീട് ധർമ്മസ്ഥലയിലെ ഹൈ ഓഫീഷ്യൽസിനോട് ഞാൻ ഇക്കാര്യം ചെന്ന് പറഞ്ഞു, ദയവ് ചെയ്ത് ഇങ്ങനെയുള്ള ജോലികൾ ചെയ്യാൻ എന്നെ ഏൽപ്പിക്കരുത്, എനിക്കതിൽ താല്പര്യം ഇല്ല എന്ന് പറഞ്ഞപ്പോൾ, ഞങ്ങൾ പറഞ്ഞ ജോലി നീ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ, നീ കുഴിച്ചിട്ടില്ല അല്ലെങ്കിൽ കത്തിച്ചു കളഞ്ഞില്ല എന്നുണ്ടെങ്കിൽ നിന്നെ കഷ്ണങ്ങളാക്കി വെട്ടി ഇതേ സ്ഥലത്ത് നിന്നെ ഞങ്ങൾ കുഴിച്ചിടുമെന്ന് ഭീഷണിപ്പെടുത്തി. മറ്റു മാർഗമില്ലാതെ വീണ്ടും അതേ ജോലി തന്നെ ഞാൻ ചെയ്തുകൊണ്ടിരുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ സ്ത്രീകളൊക്കെ അവിടെ വേട്ടയാടപ്പെട്ടോ എന്നുള്ളൊരു ചോദ്യം അവിടെ ഉയർന്നു വരുന്നുണ്ട്. പിന്നീട് ഇദ്ദേഹം 2014 ശേഷം പല സ്ഥലങ്ങളിലേക്ക് മാറി മാറി പോകാൻ തുടങ്ങി. ഒരു പക്ഷെ തന്നെ ആരെങ്കിലും കൊല്ലുമോ, ഭീഷണിപ്പെടുത്തുമോ, തന്നെ പോലീസിൽ പിടിച്ചു കൊടുക്കുമോ, ഈ ഭയം കാരണം തന്നെ അദ്ദേഹം പല സ്ഥലങ്ങളിൽ മാറി മാറി ജീവിച്ചു. ഈ സമയങ്ങളിൽ ബന്ധുക്കളും കുടുംബാംഗങ്ങളും എല്ലാം ഇയാളെ തിരയുന്നുണ്ടായിരുന്നു. പല സ്ഥലങ്ങളിൽ കണ്ടെത്താനേ സാധിച്ചില്ല. എന്നാൽ അങ്ങനെ ഒരു സമയത്തായിരുന്നു അയാളുടെ കുടുംബത്തിലെ ഒരു കുഞ്ഞിനെ പോലും ഇങ്ങനെയുള്ള ചില സംഭവങ്ങൾ നടന്നു, പീഡനങ്ങൾ ഏൽക്കേണ്ടി വന്നു എന്നുള്ള വാർത്ത അയാൾ കേട്ടത്. ഇനിയും താൻ ചെയ്ത ഈ പ്രവൃത്തികൾ പുറത്ത് പറയാതിരിക്കുകയാണെങ്കിൽ തനിക്ക് ഒരിക്കലും മരിച്ചാൽ പോലും മാപ്പ് ലഭിക്കില്ല എന്ന സത്യം മനസ്സിലായപ്പോൾ ആ ഒരു കുറ്റബോധം വന്നതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ ഈ സത്യങ്ങളെല്ലാം തുറന്ന് പറയുന്നത് എന്നാണ് അദ്ദേഹം മൊഴി നൽകിയത്. ഇത്രയും ദിവസം ഒരുപാട് തെറ്റുകൾ, കുറ്റങ്ങൾ ഞാൻ ചെയ്തിട്ടുണ്ട്, ഒരുപാട് ശവശരീരങ്ങൾ ഞാൻ കുഴിച്ചിട്ടിട്ടുണ്ട് എന്നും ഞാൻ പറഞ്ഞു. കൂടെ തന്നെ പറഞ്ഞൊരു കാര്യം, ഈ കുഴിച്ചിട്ട ശരീരങ്ങളെല്ലാം വീണ്ടും തിരികെ എടുക്കണം, അവർക്കൊക്കെ അവസാന ചടങ്ങുകൾ നടത്തണം. ഓരോ മതത്തിലുള്ളവർക്കും ആ മതം അനുശാസിക്കുന്ന രീതിയിലുള്ള ചടങ്ങുകൾ ചെയ്താൽ മാത്രമേ അവരുടെ ആത്മാക്കൾക്ക് ശാന്തി ലഭിക്കുകയുള്ളൂ. ഇല്ലെങ്കിൽ ഇവരെല്ലാം എന്നെ ചുറ്റിപ്പറ്റി വരുമെന്നുള്ളൊരു ഭയം എനിക്കുണ്ട്. ഇതൊക്കെ അറിഞ്ഞതിന് ശേഷം പെട്ടെന്ന് കോടതി ഒരു കേസ് സ്വീകരിച്ചോ എന്ന് ചോദിച്ചാൽ അതെ, ഇതിന്റെ അന്വേഷണവും ആരംഭിച്ചിട്ടുണ്ട്.
എന്നാൽ ധർമ്മസ്ഥല എന്ന പ്രദേശം, അതിന് ചുറ്റുമുള്ള വ്യക്തികൾ, ഈ ധർമ്മസ്ഥല എന്നത് ഒരു 4 ഏക്കർ പ്രദേശമാണ്. അവിടെയുള്ള 3 കിലോമീറ്റർ ഏരിയയിലുള്ള എല്ലാ ബിസിനസ്സും കൺട്രോൾ ചെയ്യുന്നത് ഈ ധർമ്മസ്ഥലയുടെ ട്രസ്റ്റ് ആണ്. അവിടെയുള്ള ഹയർ ഒഫീഷ്യൽസ് ആണ്. ഇത് ഒരു കുടുംബ സ്വത്തായി ഇങ്ങനെ തലമുറകളോളം മാറി മാറി വന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ 21ാമത്തെ വ്യക്തിയായി ആ ഒരു പ്രദേശത്തെ നിയന്ത്രിച്ച് പരിപാലിച്ചു വരുന്നത് ധർമ്മസ്ഥല വീരേന്ദ്ര ഹെഗേഡ് എന്ന വ്യക്തിയാണ്. ഈ വീരേന്ദ്ര ഹെഗേഡ് എന്നയാൾ 1968 മുതൽ തന്നെ, ഒക്ടോബർ മാസം 24, 1968 മുതൽ ഈ ഒരു പ്രദേശത്തിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തിട്ടുണ്ട്. അതായത് അയാൾക്ക് 19 വയസ്സുള്ളപ്പോൾ തന്നെ ഈ ഒരു സ്ഥലത്തിന്റെ ഉത്തരവാദിത്വം അദ്ദേഹത്തിന് നൽകി. അപ്പോൾ ഈ ഹെഗേഡ് ഫാമിലി ഒഴികെ മറ്റാർക്കും ധർമ്മസ്ഥലയുടെ നേതൃത്വം ഏറ്റെടുക്കാൻ സാധിക്കില്ല, നേതാവായി മാറാൻ സാധിക്കില്ല. ഇങ്ങനെ വർഷങ്ങൾക്ക് മുൻപ് നടന്ന കുറ്റകൃത്യങ്ങളെല്ലാം ഇപ്പോൾ ചർച്ചയാകുന്നുണ്ട്. പക്ഷേ ഇതിപ്പോ ചർച്ചയാകുന്നത് ഇത് ആദ്യത്തെ തവണയാണോ എന്ന് ചോദിച്ചാൽ ഇല്ല. 2003-ലും 2012-ലും ഇതുപോലുള്ള ചില സംഭവങ്ങളും ചർച്ചകളും ഉണ്ടായി. 2003-ൽ ഒരു പെൺകുട്ടി, അവളുടെ പേര് അനന്യ ഭട്ട്. അനന്യ എന്ന മെഡിക്കൽ സ്റ്റുഡന്റ് ധർമ്മസ്ഥല എന്ന സ്ഥലത്തേക്ക് വരികയാണ്. അവിടെ ഒരു ടൂർ വന്നു. അന്ന് മുതൽ അവളെ കാണാനില്ല. 3 ദിവസമായി നിങ്ങളുടെ മകൾ ഹോസ്റ്റലിലേക്ക് വന്നിട്ടില്ല എന്ന് ഹോസ്റ്റൽ വാർഡൻ അനന്യയുടെ അമ്മയെ വിളിച്ച് കാര്യം പറയുകയാണ്. അനന്യയുടെ അമ്മ സുഹൃത്തുക്കളോട് ചോദിച്ചപ്പോൾ അവൾ അവസാനമായി ധർമ്മസ്ഥലയിലേക്ക് പോയി എന്നാണ്. ഉടൻ തന്നെ ഈ അമ്മ ധർമ്മസ്ഥലയിലേക്ക് വരുന്നു. കയ്യിൽ ആ മകളുടെ ഒരു ചിത്രം മാത്രമുണ്ട്. അവളുടെ അമ്മയുടെ പേര് സുജാതയാണ്. സുജാത ഭട്ട് CBIയിൽ സ്റ്റെനോഗ്രാഫറായി ജോലി ചെയ്യുകയാണ്. ഈ സുജാതയുടെ കയ്യിലുള്ള ചിത്രം അവിടെയുള്ള ലോക്കൽസിനോട് കാണിച്ചു. ഇതാണ് എന്റെ മകൾ, എന്റെ മകളെ നിങ്ങൾ എവിടെയെങ്കിലും കണ്ടോ എന്ന് ചോദിച്ചു. അവിടെ ഉണ്ടായിരുന്ന ചില ലോക്കൽ പീപ്പിൾസ് പറഞ്ഞത്, ധർമ്മസ്ഥലയിലെ വളരെ പ്രധാനപ്പെട്ട ചില വ്യക്തികളുടെ കൂടെ ഞാൻ ഈ പെൺകുട്ടിയെ കണ്ടിട്ടുണ്ട്, അവൾ അങ്ങനെ നടന്നു പോയത് ഞങ്ങൾ കണ്ടു എന്ന് പറഞ്ഞു. ഉടൻ തന്നെ ആ സ്ഥലത്ത് ചെന്ന് എൻ്റെ മകൾ ഇവിടെയാണല്ലോ വന്നത്, അവൾ എവിടെയാണെന്ന് ചോദിക്കുമ്പോൾ ഞങ്ങൾക്കതൊന്നും അറിയില്ല, നിങ്ങളിപ്പോൾ തന്നെ പുറത്തേക്ക് പോകണം എന്ന് പറഞ്ഞ് അവരെ അവിടെ നിന്നും പറഞ്ഞയക്കുകയാണ് ഉണ്ടായത്. പോരാത്തതിന് അടുത്ത ദിവസം തന്നെ സുജാത ആരോ തട്ടിക്കൊണ്ടുപോകുന്നു. അവരെ ഒരുപാട് മർദ്ദിച്ച് അവശ നിലയിലാക്കുന്നു. ബോധം നഷ്ടമായി അവസാനം അവർ ബാംഗ്ലൂർ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി. മർദ്ദിച്ചത് ആരാണെന്ന് പോലും അറിയില്ല, ആശുപത്രിയിൽ അഡ്മിറ്റ് ആക്കിയത് ആരാണെന്ന് പോലും അറിയില്ല. ഏറെ ദിവസം സ്വബോധം നഷ്ടമായി ആശുപത്രിയിൽ തന്നെ ആയിരുന്നു. ദിവസങ്ങൾക്ക് ശേഷം അവർക്ക് ബോധം തിരികെ വന്നപ്പോഴാണ് താൻ ആശുപത്രിയിലാണ് എന്ന കാര്യം പോലും അവർ അറിയുന്നത്. തന്നെ ഇങ്ങനെ ആക്കിയത് ആരാണ് എന്ന് പോലും അറിയാത്തത് കൊണ്ട് ധർമ്മസ്ഥലയിലുള്ള പോലീസ് അധികാരികളുടെ അടുത്ത് ചെന്ന് തന്നെ ഒരു കേസ് കൊടുക്കുകയാണ്. എന്നാൽ അങ്ങനെ ഒരു കേസ് കൊടുക്കുമ്പോൾ കേസ് കൊടുക്കാൻ വന്ന സുജാതയ്ക്കെതിരെ തന്നെ പോലീസ് അധികാരികൾ തിരിയാനും സംസാരിക്കാനും തുടങ്ങി. ആ ഒരു പെൺകുട്ടിയെ കുറിച്ചുള്ള അന്വേഷണം ഇപ്പോൾ തന്നെ അവസാനിപ്പിക്കണം, ഈ ഒരു കേസിന് നിങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ പാടില്ല എന്നുള്ളൊരു സമ്മർദ്ദം ആ അമ്മയ്ക്ക് കൊടുക്കാൻ തുടങ്ങി. സ്വന്തം മകളെ കാണാനില്ല, അവളെ കുറിച്ചൊരു അന്വേഷണം നടത്തണമെന്ന് പോലീസ് സ്റ്റേഷനിൽ ചെന്നൊരു കംപ്ലൈന്റ് കൊടുത്തപ്പോൾ മകളെ നീ ഇനി അന്വേഷിക്കാനേ പാടില്ല എന്ന് ആ അമ്മയെ നോക്കിയാണ് പോലീസ് അധികാരികൾ പറഞ്ഞത്. അവസാനം വരെയും അനന്യ എന്ന മകൾക്ക് എന്ത് സംഭവിച്ചു എന്ന് പോലും അറിയില്ല. ഇത് 2003-ൽ സംഭവിച്ചത്. 2012-13 ആ ഒരു സമയത്ത് പോലും ഇങ്ങനെ ഒരു സെൻസേഷണലായ ഒരു സംഭവം ഉണ്ടായി. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, സൗജന്യ കേസ്. നമ്മൾ പോലും ഇതിനെക്കുറിച്ചൊരു വീഡിയോ ഇടയ്ക്ക് ചെയ്തിരുന്നു. സൗജന്യയ്ക്ക് അന്ന് പ്രായം 17 വയസ്സ് മാത്രമായിരുന്നു. അവളെ കാണാതായി തിരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ കൈകൾ ബന്ധിച്ച നിലയിൽ, ജീവനറ്റ നിലയിൽ സൗജന്യ അവസാനം കണ്ടെത്തുന്നു. അവളെ കൊന്നത് ആരാണ് എന്നുള്ള അന്വേഷണങ്ങൾ നടക്കുമ്പോൾ ധർമ്മസ്ഥല എന്ന പേര് അവിടെ വരികയാണ്. ധർമ്മസ്ഥല നടത്തിക്കൊണ്ടുപോകുന്ന ട്രസ്റ്റി, അതിന് പുറകിലുള്ള വലിയ വലിയ ആളുകളാണ്, അവരുടെ മക്കളാണ്. ഇങ്ങനെയുള്ള ഒരുപാട് കുറ്റാരോപണങ്ങൾ ഉയർന്നു വന്നു. 2012-ൽ സൗജന്യ എന്ന കേസ് ഫയൽ ചെയ്യണമെന്നുള്ള നിരവധി പ്രതിഷേധം ഉയർന്നു. ഒരുപാട് പേർ റോഡിലിറങ്ങി പ്രതിഷേധിക്കാൻ തുടങ്ങി. എന്നാൽ ഈ പ്രതിഷേധത്തിന് ഇറങ്ങിയവരെ തന്നെ ഭീഷണിപ്പെടുത്താൻ തുടങ്ങി. സൗജന്യയെക്കുറിച്ച്, ജസ്റ്റിസ് ഫോർ സൗജന്യ എന്ന മൊമെന്റ് ഉണ്ടായെങ്കിൽ പോലും അതിനുശേഷം അത് അങ്ങനെ അണഞ്ഞു പോവുകയാണ് ചെയ്തത്. ആരും അതിനെക്കുറിച്ച് സംസാരിച്ചില്ല. ഇനി സംസാരിച്ചവരാണെങ്കിൽ പോലും അവരും അത്ര സംതൃപ്തരായിരുന്നില്ല. എല്ലാവരും ഭയന്ന് ജീവിക്കുകയായിരുന്നു. ചിലയിടങ്ങളിൽ സൗജന്യയെക്കുറിച്ച് ഏതൊക്കെ വ്യക്തികളാണോ സംസാരിച്ചത് അവരുടെ വീഡിയോസ്, ന്യൂസസ് എല്ലാം തന്നെ ഡിലീറ്റ് ചെയ്യപ്പെട്ടു. എല്ലാവരെയും ഭീഷണിപ്പെടുത്തി, കൊല്ലുമെന്നുള്ള ഭീഷണികൾ പോലും ഉണ്ടായിരുന്നു അവർക്കും അവരുടെ കുടുംബത്തിനും നേരെ. സൗജന്യ എങ്ങനെ കൊല്ലപ്പെട്ടു? ധർമ്മസ്ഥല എന്ന സ്ഥലത്ത് CCTV ഉണ്ടല്ലോ, അവിടെയുള്ള ഫുട്ടേജ് എവിടെയാണെന്ന് ചോദിച്ചപ്പോൾ ആ ഒരു ദിവസത്തെ, പ്രത്യേകം ആ ഒരു സമയത്തുള്ള ഫുട്ടേജ് മാത്രം ഡിലീറ്റ് ആയിട്ടുണ്ട്. ഇങ്ങനെ ധർമ്മസ്ഥലയിൽ നിന്നും വാർത്തകൾ പുറത്തു വരുന്നു. അങ്ങനെയാണെങ്കിൽ വലിയ എന്തോ ഒരു കുറ്റം ധർമ്മസ്ഥലയിൽ സംഭവിച്ചിട്ടുണ്ട്, ആ കുഞ്ഞിനെ കൊന്നിട്ടുണ്ട്, അതും റേപ്പ് ചെയ്ത് കൊന്നിട്ടുണ്ട് എന്നുള്ള വാർത്തകൾ പുറത്തു വരുമ്പോൾ ആരെല്ലാമാണോ സൗജന്യയെക്കുറിച്ച് സംസാരിച്ചത്, ആരെല്ലാമാണോ ജസ്റ്റിസ് ചോദിച്ചത്, അവരിൽ പോലും കേസുകൾ ഫയൽ ചെയ്യുന്ന ഒരു രീതിയായിരുന്നു പിന്നീട് കണ്ടു തുടങ്ങിയത്. ജസ്റ്റിസ് ഫോർ സൗജന്യ എന്ന് ആരെല്ലാമാണോ ചോദിച്ചത്, അവൾക്ക് വേണ്ടി ആരെല്ലാമാണോ സ്വരങ്ങൾ ഉയർത്തിയത്, എല്ലാവരെയും അടിച്ചമർത്തുകയായിരുന്നു. 2012-ൽ സൗജന്യ, 2003-ൽ അനന്യ. ഇപ്പോൾ ഈ ലിസ്റ്റ് ഇങ്ങനെ നീണ്ടുകൊണ്ടു പോകുന്നത് കൊണ്ട്
ഇപ്പോൾ ഇങ്ങനെ ഒരു ജീവനക്കാരൻ ഇത്രയേറെ വലിയൊരു ആരോപണവും മുന്നിൽ പറഞ്ഞതുകൊണ്ട് ഇത് കേട്ട ജഡ്ജിമാരെല്ലാം ഒരു വലിയ റിക്വസ്റ്റ് കൊടുത്തു. ഏതൊക്കെ സ്ത്രീകൾ കാണാതായിട്ടുണ്ട്, എത്ര പേർ കാണാതായിട്ടുണ്ട്, എവിടെ നിന്നെല്ലാം മിസ്സായിട്ടുണ്ട്, ലിസ്റ്റ് എടുക്കുക, അന്വേഷണം ആരംഭിക്കുക എന്ന്. അങ്ങനെ ഈ 1998 മുതൽ 2014 ഈ കാലയളവിലെ കണക്കെടുത്ത് നോക്കുമ്പോൾ 4000 മുതൽ 6000 സ്ത്രീകളാണ് കാണാതായിട്ടുള്ളത്. അവരുടെ യാതൊരു സൂചനയും ലഭിച്ചിട്ട് പോലുമില്ല. ഇവിടെ ഈ ക്ലീനറായി ജോലി ചെയ്യുന്ന ഈ ഒരു വ്യക്തി വന്ന് ഒരു മൊഴി നൽകിയല്ലോ. അദ്ദേഹം പറഞ്ഞ മറ്റൊരു കാര്യമുണ്ട്. ഈ പെൺകുട്ടികളെ കുഴിച്ചിടുന്ന സമയത്ത് ഞാൻ ചില കാര്യങ്ങൾ ശ്രദ്ധിച്ചിരുന്നു. അവരുടെ മുഖമെല്ലാം വികൃതമായിരുന്നു. ആസിഡ് ഒഴിച്ച് അവരുടെ ശരീരഭാഗങ്ങളൊക്കെ നശിപ്പിച്ചിട്ടുണ്ടാകും. അല്ലെങ്കിൽ ഈ മൃതദേഹങ്ങളെല്ലാം നേത്രാവതി നദിക്ക് അരികിലായിട്ട് കുഴിച്ചിടാനായിരിക്കും എന്നോടൊക്കെ ആവശ്യപ്പെടുക. അതായത് ഇവരെ ഒന്നും ഐഡന്റിഫൈ ചെയ്യാനേ പാടില്ല, ആര് കണ്ടാലും ഇവരൊന്നും തിരിച്ചറിയാനേ പാടില്ല. നദിക്കരികിൽ ഇവരെ കുഴിച്ചിടാൻ പറയുന്നതിന് കാരണം തന്നെ പെട്ടെന്ന് അത് ഡീകമ്പോസ് ആകാൻ വേണ്ടിയാണ്. അവിടെയുള്ള ആ ഒരു ഈർപ്പം കാരണം പെട്ടെന്ന് ഡീകമ്പോസ് ആകണം. ഇനി അദ്ദേഹത്തിന്റെ കയ്യിലുണ്ടായിരുന്ന ഒരു മനുഷ്യ അസ്ഥിക്കൂടം, അത് ആരുടേതാണ് എന്ന് കണ്ടെത്താനായി കോടതി ഒരു ഉത്തരവിടുന്നു. അങ്ങനെ അടുത്ത ദിവസം അത് പരിശോധനയ്ക്കായി കാത്തിരിക്കുകയാണ്. പരിശോധന നടത്തേണ്ട വ്യക്തിയെ പോലും കാണാനില്ല. അയാളെയും ആരോ തട്ടിക്കൊണ്ടുപോയി. ഈ ഒരു വാർത്തയായിരുന്നു പുറത്തു വന്നത്. ക്ലീനർ, പോലീസ് അധികാരികൾ മണിക്കൂറുകളോളം ഇയാളെ കാത്തിരുന്നു. വെറും കൈയോടുകൂടെ തിരികെ പോയി. ടെസ്റ്റ് ചെയ്യേണ്ട വ്യക്തിയെ തന്നെ ആരോ കിഡ്നാപ്പ് ചെയ്തു. ഇത്ര മാത്രമാണ് പ്രശ്നമെന്ന് ചോദിച്ചാൽ ഇല്ല. അവിടെ എത്ര കേസുകൾ വന്നാലും, ഏതൊക്കെ പെൺകുട്ടികൾ കാണാതായാലും, ഈ ധർമ്മസ്ഥല എന്നൊരു സ്ട്രക്ചർ, ആ ഒരു സ്ഥലം, അവിടെ പവർ എന്ന കാര്യമുണ്ടല്ലോ, വലിയ വ്യക്തികളുടെ കൈകളുണ്ടല്ലോ, ഹൈലി ഇൻഫ്ലുവൻസ്ഡ് പീപ്പിൾസ്, ഇവരെല്ലാവരും ചേർന്ന് ഈ കേസുകളെ ഒന്നും എവിടെയും ചെല്ലാൻ അനുവദിക്കാതെ, എവിടെയും എത്തിക്കാതെ പകുതിയിൽ വെച്ച് തന്നെ അവസാനിപ്പിക്കും. അതുകൊണ്ടൊരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിലൂടെ ഈ ഒരു കേസുകളെല്ലാം അന്വേഷിക്കണമെന്നാണ് ഈ ഒരു ജീവനക്കാരൻ പറയുന്നത്. മാത്രമല്ല, ഇദ്ദേഹം നൽകിയ ഈ കംപ്ലൈന്റിൽ വളരെ കോൺഫിഡൻഷ്യലായ ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഉണ്ടായിരുന്നു. ജൂലൈ 11, 12 ഈ ദിവസങ്ങളിൽ കംപ്ലൈന്റ് കൊടുക്കുകയാണ്. 13-ാം തീയതി ഒരു യൂട്യൂബ് ചാനലിലൂടെ ഇദ്ദേഹത്തിന്റെ കംപ്ലൈന്റ് പുറത്തു വരികയാണ്. ഈ യൂട്യൂബ് ചാനലിന് അദ്ദേഹം പോലീസിന് നൽകിയ കംപ്ലൈന്റ് ഇവർക്ക് എങ്ങനെ ലഭിച്ചു എന്നറിയില്ല. കാരണം അത് ഹൈലി കോൺഫിഡൻഷ്യൽ ആയ ഒരു കേസാണ്. ഈ യൂട്യൂബ് ചാനലിനോട് ചോദിക്കുമ്പോൾ അവർ പറയുന്നത് പോലീസ് അധികാരികൾ ഇത് ലീക്ക് ചെയ്തു എന്നാണ്. അപ്പോൾ അറിഞ്ഞുകൊണ്ട് പോലീസ് അധികാരികൾ വളരെ പ്രധാനപ്പെട്ട വ്യക്തികളെല്ലാം പബ്ലിക് പേജിലേക്ക് കൊടുത്തിട്ടുണ്ട്. അതും ഇതിൽ ഉൾപ്പെട്ട പ്രധാനപ്പെട്ട കുറ്റവാളികൾക്കൊരു മുന്നറിയിപ്പ് നൽകുന്ന രീതിയിൽ. ഈ കുറ്റവാളികൾ ഏതൊക്കെ തെളിവുകൾ നശിപ്പിക്കണം, അങ്ങനെ ഏതൊക്കെ തെളിവുകൾ നശിപ്പിച്ചാൽ അവർക്ക് കേസിൽ നിന്നും വളരെ എളുപ്പത്തിൽ പുറത്തേക്ക് വരാം എന്ന രീതിയിൽ ഒരു മുന്നറിയിപ്പ് എന്ന വണ്ണം ഈ ഒരു കംപ്ലൈന്റിനെ തന്നെ, ഈ ഒരു ഡോക്യുമെന്റിനെ തന്നെ അവർ ലീക്ക് ചെയ്തു. ഇത്രയേറെ ഡോക്യുമെന്റ്സ് ലീക്ക് ആയിട്ടുണ്ട്. ഇതിനുള്ള കാരണം എന്താണെന്ന് ജഡ്ജി ചോദിക്കുമ്പോൾ ഈ പോലീസിന്റെ ഭാഗത്തുനിന്ന് യാതൊരു മറുപടി ലഭിക്കുന്നില്ല. അപ്പോ ധർമ്മസ്ഥല എന്ന സ്ഥലം ഒരു മിസ്റ്റീരിയസ് പ്ലേസ് തന്നെയാണ്. ഇവിടെ ഒരുപാട് മതാചാരങ്ങളുണ്ട്, ഒരു മതത്തെ പിന്തുടർന്നവർ ഒരുപാട് പേർ വരുന്നുണ്ട്, ഒരുപാട് വിദേശ സഞ്ചാരികൾ അവിടെ വരുന്നുണ്ട്, ആരാധനകൾ അവിടെ നടക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞാൽ പോലും നമ്മൾ അറിയാത്ത ഒരുപാട് മിസ്റ്ററി അവിടെയുണ്ട്. അതിനെ ചുറ്റി എന്തൊക്കെ രഹസ്യങ്ങളുണ്ട് എന്നുള്ളത് ഇപ്പോഴുള്ള സിത്താരാമയ്യ പുറത്തേക്ക് കൊണ്ടുവരുമോ എന്ന ചോദ്യത്തിന് ഇല്ല 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 എന്ന രീതിയിലുള്ള മറുപടി മാത്രമാണ് ലഭിക്കുന്നത്. എന്നാൽ ധർമ്മസ്ഥലയിൽ നഷ്ടമായ ജീവനുകൾ, സ്ത്രീകൾ അവിടെ ടോർച്ചർ ചെയ്യപ്പെടുന്നുണ്ടോ എന്നുള്ള ചോദ്യം, നദിയിലേക്ക് പല സ്ത്രീകൾ ഡെഡ് ബോഡി വീശപ്പെടുന്നു എന്നുള്ള വാർത്ത, ഈ വാർത്തകളെല്ലാം വീണ്ടും നീണ്ടുകൊണ്ട് പോവുകയാണ്. ഈ രഹസ്യങ്ങൾക്ക് മറുപടി ലഭിക്കുമോ എന്നുള്ളത് കാത്തിരുന്ന് തന്നെ കാണാം. കൊല്ലപ്പെട്ട പെൺകുട്ടികൾ, കാണാതായ സ്ത്രീകൾ, ചെറിയ ചെറിയ കുഞ്ഞുങ്ങൾ, ഇവർക്കൊക്കെ നീതി ലഭിക്കുമോ ഇല്ലയോ? ഈ ഒരു കേസ് ഇനി അത്രമാത്രമാണോ? കേസിനെ കുറിച്ചുള്ള ഒരുപാട് വിവരങ്ങൾ ഇനിയും ലഭിക്കേണ്ടതുണ്ട്. ഒരു പക്ഷെ നമ്മളിൽ പലർക്കും ഇങ്ങനെ ഒരു കേസ് ഉണ്ടെന്ന കാര്യം പോലും അറിയില്ലായിരിക്കാം. എവിടെയോ നടക്കുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ സംസാരിക്കുന്നുണ്ട്. ഇത്രയും ക്രൂരമായ ഒരു സംഭവം നമ്മുടെ സൗത്ത് ഇന്ത്യയിൽ തന്നെ സംഭവിച്ചിട്ടുണ്ട്. അപ്പൊ പിന്നെ അതെങ്ങനെയാണ് സംസാരിക്കാതിരിക്കാൻ സാധിക്കുക? കുറച്ചു പേർക്കെങ്കിലും ഇതിന്റെ ഒരു സീരിയസ്നെസ് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ കുറച്ചു പേർക്കെങ്കിലും ഇതിന്റെ ഒരു അവയർനെസ്, ജസ്റ്റിസ് ചോദിക്കാനുള്ള ധൈര്യം വരുമോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം. ഈ ഒരു വീഡിയോ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമന്റിൽ പറയുക. നമ്മുടെ ചാനലിലെ വീഡിയോസ് കണ്ട് ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെന്നെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.